ഞാൻ സൂചിപ്പിച്ചല്ലോ, എന്നോട് ഇവിടെ ഈ ഭാഗത്തോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറയാതെ പോകുന്ന പ്രശ്നമില്ല. പറഞ്ഞാൽ പോരാ മൗലവി, മറുപടി ആവണം. ഞാൻ എന്റെ ചോദ്യം എന്താ അവിടെ? അള്ളാഹുന്റെ ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും പറയാത്ത ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടോന്നാ നിങ്ങൾ പറഞ്ഞു. ഇല്ല. നിങ്ങൾ കേട്ടോ തെളിവ്? ഞങ്ങളിത് വെറുതെ ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് തെളിവ് കേട്ടോ. എന്റെ സാധാരണക്കാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ സംഗീതം വേണം, മ്യൂസിക്കും വേണം, സിനിമയും വേണം, തോന്നിവാസം വേണം. അതിനൊക്കെ നിങ്ങൾ വേറെ തെളിവുണ്ടാക്കിക്കോ. അള്ളാന്റെ ഖുർആൻ തെളിവുണ്ടാക്കണ്ട. എന്നെ നിങ്ങൾ എഴുതി വിട്ടത് കേട്ടോ. വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഓ മൗലവി സാഹിബേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു ആയത്ത് അള്ളാഹുന്റെ ഖുർആനിൽ കാണിക്കാൻ? ധൈര്യം നിങ്ങൾക്ക്? അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ വമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി എന്ന ആയത്താണ് നിങ്ങൾക്ക് വിറ്റാകുന്നത്. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം എഴുതി വിട്ടിട്ടുണ്ട്. അത് അടുത്ത മറുപടിയിൽ ഈ മൗലവി ഈ ആയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ആയത്ത് ഓതുന്നുണ്ടോ ശരിക്കും ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല, ഇതൊന്നും വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞതൊക്കെ മനഹജുമായി ബന്ധമുണ്ടത്. അതുകൊണ്ട് നമുക്ക് മനഹജുമെ തൊടാൻ പേടി. അതുകൊണ്ട് സംഗീതം ഹലാലാണെന്ന് ഖുർആനിൽ ആയത്തുണ്ട്. വിശ്വാസിക്ക് സംഗീതം ഹലാലെന്ന് ഖുർആനിൽ ആയത്തുണ്ട്. അടുത്ത വിഷയത്തിൽ നിങ്ങൾ ആയത്തോ ആയത്ത് നോക്കാൻ ഞാൻ ബുക്ക് തന്നു. ആയത്തെവിടെ? ആയത്ത് പറയൂ. എന്റെ ചോദ്യം എന്താ? അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്ത ആയത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കിക്കോ. അള്ളാന്റെ ഖുർആന്റെ പേര് നുണ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ കൊടുത്തു. ആ മുഴുവൻ വായിച്ചോ, ഇരുന്ന് വായിച്ചോ. ഇതൊക്കെ വായിച്ചിട്ടല്ല സംവാദത്തിന് വരേണ്ടത്. അല്ല, സംവാദത്തിന് വന്നിട്ട് അതൊക്കെ വായിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതൊക്കെ വായിച്ച് പഠിച്ചിട്ടാ സംവാദത്തിന് വരണ്ടേ. മനസ്സിലായില്ലേ? എന്താ നേതാക്കന്മാർക്ക് തൊള്ളി തോന്നി എഴുതി വിടുക, എന്നിട്ട് ഇവിടെ കുടുങ്ങുമ്പോ അത് എന്നിട്ട് വാങ്ങിയിട്ട് അടുത്ത ചോദ്യത്തിലെങ്കിലും ആയത്ത് പറയണം. ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം. അതും കൊണ്ടാതെ ഇത് വന്നിട്ടെങ്കിൽ അതുകൊണ്ട് ആയത്ത് പറയണം. അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തന്നിട്ടുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും വായിച്ചു നോക്കിക്കോ. മുഴുവൻ വായിച്ചു. പല വിഷയങ്ങളിലും മുഴുവൻ വായിക്കണം എന്ന് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതാണ്. അത് വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ വളരെ ഗംഭീരമായി സാമർത്ഥ്യമുള്ള ആൾക്കാരാണ്. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്തേ വായിക്കാത്തത്? നിങ്ങളത് കയ്യിൽ നേരത്തെ വാങ്ങി, ഇപ്പൊ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ വായിച്ചത് കഴിയും. അതിന് പൂർണ്ണമായി വായിച്ചുതരാം. സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നവർ വ്യക്തമായ തെളിവ് കൊണ്ടുവരണം. അനുവദനീയമാണെന്ന് വാദിക്കുന്നവർക്ക് നാം മുകളിൽ ഉദ്ധരിച്ച അടിസ്ഥാന തത്വത്തിന്റെ തെളിവ് തന്നെ ധാരാളം മതി. എന്നാൽ ഇവ പുണ്യകർമ്മമാണെന്നും മതത്തിലെ ഒരു ആചാരമാണെന്നും വല്ലവനും വാദിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പ്രത്യേകമായ തെളിവ് തന്നെ ഹാജരാക്കണം. കേവലം അനുവദനീയമാണെന്ന് പറയുന്നവന് തെളിവ് ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ബാക്കി കൂടി കേട്ടോ. ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ സബൂർ സംഗീതമായിരുന്നു. നബിയുടെ സുഹാബിമാരും മദ്ഹബിന്റെ ഇമാമുകളും പാട്ടുപാടി അതിന് ധാരാളം ഹദീസുകളും ചരിത്ര സംഭവങ്ങളും കാണാം. യാതൊരു സംഗീതോപകരണങ്ങളും ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സുഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ടുപാടാറുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ചുകൊണ്ടാ ഓർത്തത്. അപ്പോ ഒരു വിഷയത്തിന്റെ പൂർണ്ണഭാഗം എടുക്കാതെ അതിലെ കഷ്ടം മാത്രം എടുത്ത് ഖുർആൻ സംഗീതം അനുവദിക്കുന്നു എന്ന ഒരു വാചകം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇല്ലാത്തത് പറയുന്നു എന്നാണ് കണ്ടുപിടുത്തം. അതാ ഞാൻ അവിടെ കൃത്യമായി പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഖുർആൻ ഇല്ലാത്തതിൽ ചേർക്കുന്ന പരിപാടിയില്ല, ഉള്ളത് വെട്ടിക്കളയുന്ന പരിപാടിയുമില്ല. ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. എന്താ കേട്ടോളി. നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല. വിശ്വാസവും പുണ്യകർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ആ ആയത്തോതാണ് ഞാൻ പറഞ്ഞത്. ഇത് വായിക്കാനല്ല, ആ ആയത്തോത്. ഇല്ലെങ്കിൽ തെറ്റാന്ന് പറ. ആയത്തോത് മൗലവി. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞതിനെ അള്ളാഹുന്റെ ഖുർആനിൽ പറയാത്ത കാര്യം അള്ളാഹുന്റെ ഖുർആൻ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. അതാണ് വ്യതിയാനം. അത് തന്നെയാണ് വ്യതിയാനം. ഇത് വ്യതിയാനം മാത്രമല്ല, ഇത് പച്ച കുഫ്റാണ്. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ. ഇതിന്റെ ബാക്കി മുഴുവൻ വായിച്ചു. അതാണ് എന്റെ അടുത്ത ചോദ്യം. എന്താ? യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചോദ്യം കേട്ടോ. സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് ബുഖാരി. ആ ബുഖാരി ഇങ്ങെടുക്കൂ. ഇവിടെ ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മോദി സലീം ഒന്ന് എടുത്തു കൊടുക്കി. ആ ബുഖാരി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വീട്ടിൽ അവരുടെ അതിഥികൾ വന്നാൽ ഹാർമോണിയം ഉപയോഗിച്ച് പാട്ട് പാടാറുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ പേരിൽ പച്ചക്കള്ളം, അതും ഇമാം ബുഖാരിയുടെ പേരിൽ കളവ്. എടുക്കൂ ബുഖാരി, ആയത്തെടുക്കൂ, അതുപോലെ ബുഖാരി എടുക്കൂ. നിങ്ങൾ എന്താ വിചാരിച്ചത് കേസും കൊണ്ട് പോകാമെന്ന്? അടുത്ത എന്റെ ചോദ്യം കേട്ടോ. ആയത്തെടുക്കൂ, ബുഖാരി എടുക്കൂ. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പേരിൽ കളവ്. നിങ്ങൾ വിടൂല. ഞങ്ങൾ നിങ്ങളുടെ പേര് മുജാഹിദ് മാറ്റി ഖുറാഫി എന്നാക്കാത്തടത്തോളം കാലം വിടില്ല ഞങ്ങൾ. നിങ്ങളെ ചേകനൂരിലേക്ക് സ്വാഗതം ചെയ്ത വെറുതല്ല, അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ചോദ്യം ബുഖാരി വായിച്ചു, നിങ്ങൾ വായിച്ചല്ലോ, ഇത് നിങ്ങൾക്ക് വേണ്ടിയില്ല. അതുകൊണ്ട് ഹാർമോണിയം എവിടെ, പാട്ടെവിടെ? പിന്നെ തെളിവ് കൊടുത്ത പാട്ട് പാടി. ഓ മൗലവി, പാട്ട് പാടലും ഹാർമോണിയത്തിലും ഒന്നാ. നിങ്ങൾക്ക് പാട്ടും തിരിഞ്ഞിട്ടില്ല, സംഗീതം തിരിഞ്ഞിട്ടില്ല, ഖുർആനും തിരിഞ്ഞിട്ടില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം, ഈ നിങ്ങൾ വായിച്ചതിന് തന്നെയാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് ലത്തീഫ് മൗലവി ശരിക്കും ബുഖാരി നോക്കിക്കോളൂ. അടുത്ത ചോദ്യം ഇതാണ്. ഈ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരും അത് പിന്നെ യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട്. ബുഖാരി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ബുഖാരി? ബുഖാരിലെ ഹദീസ് വായിക്കൂ. ഇത് മൻഹജാണ്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിലും നിങ്ങൾ കളവ് പറഞ്ഞു, സഹീഹുൽ ബുഖാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു. ഇവിടെ വിഷയം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന, ഈ സ്റ്റേജിലെ ബാനറിൽ എഴുതി വച്ചിരിക്കുന്ന വിഷയം 2002 പിളർപ്പിന് കാരണമായിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങൾ എന്നാണ്. ഇതുവരെ ലഭിച്ചിരിക്കുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തി പോലും ആ വിഷയത്തിൽ ഒരു ചോദ്യം പോലും ഉന്നയിക്കുവാൻ മറുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യം പോലും ഉന്നയിച്ചിട്ടില്ല. 2009 ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങളെ കുറിച്ച് ഒരു ചോദ്യം പോലുമില്ല. പിന്നെ ചോദ്യം അവിടുന്ന് 2011 വിഷയങ്ങളിലെ ചോദ്യം, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ, ആ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്കാണ് 8-ാം തീയതി വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ബുഖാരിയിലെ ഹദീസുകൾ കൊണ്ടുതരാം. പക്ഷേ കാത്തിരിക്കണം 8-ാം തീയതി വരെ. അവിടെയാണ് വ്യവസ്ഥ, ഇന്നല്ല. മൂപ്പര് പറഞ്ഞു ഹദീസ് അടുത്ത സംഭവത്തിൽ കൊണ്ടുവരും. ആയത്തിരിക്കി ഖുർആൻ ഞങ്ങൾ മധ്യസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആന്റെ പേര് ഞങ്ങൾ കളവ് പറഞ്ഞു. വിടൂലങ്ങള്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേര് കളവ് പറഞ്ഞു. ആ ഖുർആന്റെ അത് തരാൻ ആയത്തുമുണ്ടല്ലോ, അവിടെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, കൊടുത്തോളൂ. അത് ഹദീസ് തരാനെ കുറച്ച് പണിന്റെ ആവശ്യം അടുത്ത സംവാദം ഞങ്ങൾ ചോദിക്കും. മനസ്സിലല്ലേ? നിങ്ങൾ വിടൂലങ്ങള്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. ആയത്തോത് മൂലവി നിങ്ങൾ എന്താ വിചാരിച്ചത്?